വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. റീസണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇനീക്വാലിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇനീക്വാലിറ്റി? നമുക്ക് ആകെ ഒരു 5 സിമ്പിൾ ഉണ്ട്. എന്തൊക്കെയാണ് 5 സിമ്പിൾ എന്നുള്ളത്? അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് 5 വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു ബി. എന്താ അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? എന്താ എ ഈക്വൽ ടു ബി എന്നല്ലേ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് അടുത്തത്? എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. എന്താണ് എ എന്ന് പറയുന്നത് ബിനേക്കാൾ വലുതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? ദാ ഈ ഒരു സൈൻ ഇട്ടിട്ടാണ്. ഇതെങ്ങനെയാണ് നമ്മൾക്കൊന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ്? ഇതിൽ നോക്ക്, ഈ എന്താണ് ഈ വായി തുറന്ന ഭാഗമല്ലേ അവിടെയായിരിക്കും വലുതുണ്ടാവുക, അടഞ്ഞ ഭാഗമല്ലേ അവിടെയാണ് ചെറുതുണ്ടാവുക. നോക്കണേ, ഈ തുറന്ന ഭാഗത്ത് വലുതും അടഞ്ഞ ഭാഗത്ത് ചെറുതും. ഇനി അടുത്തത് എന്താണ്? എ ഈസ് ലെസ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുക? ഇതാ തുറന്ന ഭാഗം ഇങ്ങോട്ട് എടുത്തിടുക. തുറന്ന ഭാഗത്ത് ബി വരും, അടഞ്ഞ ഭാഗത്ത് എ വരും. അതാണ് എ ഗ്രേറ്റർ ദാൻ ബിയും എ ലെസ് ദാൻ ബിയും. ഇനി അടുത്തത് എന്താണ്? എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഒന്നുമില്ല, ഈ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതുക. അതിൻ്റെ താഴെ എന്താണ്? ചെറിയൊരു വര ഇടുക. അപ്പോൾ എന്തായി? ഒന്നെങ്കിൽ എ എന്താണ് ബിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ എയും ബിയും എന്താണ് സെയിം ആണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തത് എന്താണ്? എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതും അങ്ങനെ തന്നെ. ഈ സൈൻ എന്താണ്? നേരെ തലതിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്തായി? എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ എന്താണ് ബിനേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ എയും ബി എന്താണ് സെയിം ആണ്. അത്രേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ്? കോംപ്ലിമെൻ്ററി പെയേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ്. കോംപ്ലിമെൻ്ററി പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനീക്വാലിറ്റിയിൽ. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? 4 കോംപ്ലിമെൻ്ററി പെയറാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ്? ഗ്രേറ്റർ ദാനും ഈക്വൽ ടു, പിന്നെ ലെസ് ദാനും ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഓർ ഈക്വൽ ടു, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഓർ ഈക്വൽ ടു. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്? 2 കൺക്ലൂഷനും തന്നിട്ടുണ്ട്. ഏത് 2 കൺക്ലൂഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലോയിസത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, 2 കൺക്ലൂഷനും തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അതിൽ നമ്മൾ കോംപ്ലിമെൻ്ററി പെയർസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2 കൺക്ലൂഷൻ എന്താണ്? റോങ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് ആവണം. 2 കൺക്ലൂഷൻ എന്താണ്? ഫാൾസ് ആവണം. പക്ഷേ എന്താണ്? രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആവണം. അതാണ് കോംപ്ലിമെൻ്ററി പെയർ. എന്താണ്? 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആവണം, പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ ആവണം. അതാണ് കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ എന്താണ്? നമുക്കാകെ 4 കോംപ്ലിമെൻ്ററി പെയർസ് ആണുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നതാണ്. അപ്പോൾ എന്താണ്? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ്? ഇനിയിപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഏതൊക്കെയാണ് ട്രൂ ആകുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേൽ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എ ഗ്രേറ്റർ ദാൻ സി എന്നാണുള്ളത്. പിന്നെ എന്താണ്? കൺക്ലൂഷൻ എന്താണ്? 5 കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എ ലെസ് ദാൻ സി, എ ഗ്രേറ്റർ ദാൻ സി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഒന്നെങ്കിൽ നോ റിലേഷൻ, അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി എന്നുള്ളതായിരിക്കും റിലേഷൻ വരിക. അപ്പോൾ എന്താണ്? ഇതിൽ ഏതൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ട്രൂ ആകുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ തന്നെ? എ ഗ്രേറ്റർ ദാൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് സീനേക്കാൾ വലുതാണ്. അപ്പോൾ ഞാനൊരു സൈസിൻ്റെ രീതിയിൽ എഴുതാണെങ്കിൽ സി ഇങ്ങനെയാണെങ്കിൽ ഏത് എത്ര ഉണ്ടെന്ന് അത് ഓർമ്മിച്ചാൽ മതി. എന്താണ്? സി ചെറുതാണ്, എ എന്താണ് വലുതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആവുക? നോക്ക്, എ ലെസ് ദാൻ സി എന്നുള്ളത് ട്രൂ ആകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേക്കാൾ ചെറുതല്ലേ, അല്ലാണ്ട് എന്താണ് എ സീനേക്കാൾ ചെറുതല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് ഫാൾസ് ആണ്. ഇനി അടുത്തത് ഏതാണ്? എ ഗ്രേറ്റർ ദാൻ സി എന്നാണുള്ളത്. അതെന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ സി, എ ഗ്രേറ്റർ ദാൻ സി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനിയിപ്പോൾ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അതെന്തായാലും ട്രൂ ആവില്ല. എന്താ? ഒന്നെങ്കിൽ എയും സിയും എന്താണ് ഈക്വൽ ആവണം, അല്ലെങ്കിൽ എ എന്തായിരിക്കണം? സീനേക്കാൾ ചെറുതാവണം. എന്തെങ്കിലും ട്രൂ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഫാൾസ് ആണ്. അടുത്തെന്താണ്? എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി. അപ്പോൾ കൺഫ്യൂഷൻ വരും, എ എന്തായാലും സീനേക്കാൾ കൂടുതലാണ്, അപ്പോൾ ഇതെന്താണ്? ട്രൂ ആകുമെന്ന്. ഇല്ല. എന്തുകൊണ്ടാണ്? ഇതെന്ന് പറഞ്ഞാൽ വേറൊരു സൈനാ. ഒന്നെങ്കിൽ എ എന്താണ് ഗ്രേറ്റർ ദാൻ ആവണം, അല്ലെങ്കിൽ ഈക്വൽ ആവണമെന്ന്. നമ്മൾ ഈക്വൽ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താണ്? എ എന്താണ് സീനേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ആവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഫാൾസ് ആണ്. പിന്നെന്താണ് അടുത്ത? നോ റിലേഷൻ ഉള്ള. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ എന്താണ് ഗ്രേറ്റർ ദാൻ സി, അതൊരു റിലേഷനാണ്. അപ്പോൾ എന്താണ്? റിലേഷൻ ഇല്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫാൾസ് ആയിരിക്കും. ഇനിയിപ്പം വേറെ വരാം, എ ഈക്വൽ ടു സി എന്നുള്ള എന്താണ്? ട്രൂ ആണോ എന്ന് വരും. അപ്പോൾ എന്താണ്? എ ഈക്വൽ ടു സി എന്തായാലും ട്രൂ ആകുമോ? ഇല്ല. എന്താ? എ ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ ഇതും എന്താണ്? ഫാൾസ് ആണ്. ആകെ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ട്രൂ ആകുന്ന ഏതാണ്? എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള മാത്രമാണ് ട്രൂ ആകുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്?
എ ലെസ് ദാൻ സി എന്നാണ്. അപ്പോൾ ഓരോ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് എ ലെസ് ദാൻ സി, സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയല്ലേ. അപ്പോൾ എന്തായിരിക്കും ട്രൂ ആയിരിക്കും. അടുത്തെന്താണ് എ ഗ്രേറ്റർ ദാൻ സി. നോക്ക്, എനെ ഞാൻ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്, സീനെ വലുതാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എ ഗ്രേറ്റർ ദാൻ സി ആവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സീനേക്കാൾ എന്താണ് എ ചെറുതാണ്. സി ഇത്ര ഉണ്ടെങ്കിൽ എ എത്രയാണ്? ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഫാൾസ് ആണ്. ഇനി അടുത്തത് എന്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പോൾ എന്താണ് നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ വരും, സീനേക്കാൾ ചെറുതാണല്ലോ എ, അപ്പോൾ ഇതെന്താ ട്രൂ ആവുന്നു? എന്താ പറ്റില്ല. കാരണം എന്താണ് എ ഒരിക്കലും സി ആവാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതും ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതും ഫാൾസ് ആയിരിക്കും. പിന്നെ ഇവർ തമ്മിൽ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നോ റിലേഷൻ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള എന്താണ് അതും ഫാൾസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എ ലെസ് ദാൻ സി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണ് ഇതും ഫാൾസ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടുണ്ട്, എ ഗ്രേറ്റർ ദാൻ സിയും എ ലെസ് ദാൻ സിയും നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എ ഈസ് ഈക്വൽ ടു സി എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എയും സിയും ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും സിയും ഒരാളാണ്. അപ്പോൾ എന്താണ് അപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ എ ലെസ് ദാൻ സി എന്ന് പറയാൻ പറ്റുമോ? എയും സിയും ഒരാളാണെന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എ ലെസ് ദാൻ സി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ് ഇത് ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി എന്തായിരിക്കും? അതും ഫാൾസ് ആയിരിക്കും. ഇനി എ ലെസ് ദാൻ സിയോ? അതും ഫാൾസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എ സീനേക്കാൾ ചെറുതാവാനുള്ള ചാൻസ് ഇല്ല. എ എപ്പോഴും സിയും എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. ഇതും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. നോ റിലേഷൻ എന്നുള്ളതും ഫാൾസ് ആയിരിക്കും. നമ്മൾ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? എഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. എ ഈസ് ഈക്വൽ ടു സി എന്നുള്ളതാണ് ട്രൂ ആയിട്ടുള്ളത്. ആകെ എന്താണ് ട്രൂ ആയിട്ടുള്ളത്? എ ഈസ് ഈക്വൽ ടു സി എന്നുള്ളതാണ് ട്രൂ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നോക്കാൻ പോകുന്നത്. 4ാമത്തേതാണ് എ ലെസ് ദാൻ സി എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കോംപ്ലിമെൻ്ററി പെയർ എന്തിനാണ് നേരത്തെ പറഞ്ഞതെന്നുള്ളത് നമുക്കിപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാവും. അപ്പോൾ എഫ് എന്നുള്ളത് എ ഈക്വൽ ടു സി എന്നും കൂടി എഴുതി വെക്കുക. അപ്പോൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നല്ലേ. അപ്പോൾ എ ലെസ് ദാൻ സി എന്നുണ്ട് കൺക്ലൂഷനിൽ. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആവില്ല എന്ന് തോന്നും. ട്രൂ ആവില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണുള്ളത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ ഏത് മാത്രമേ ട്രൂ ആവുള്ളൂ? അല്ല, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണുള്ളത്. അപ്പോൾ ഏത് മാത്രമേ ട്രൂ ആവുള്ളൂ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് മാത്രമേ ട്രൂ ആവുള്ളൂ. എന്താണ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഫാൾസ് ആണ്. ഇനിയിപ്പോൾ എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഫാൾസ് ആണ്. അപ്പോൾ എന്താണ് ഇതും ഫാൾസ് ആയിട്ടുണ്ട്, ഇതും ഫാൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്താണ് ഫാൾസ് ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്താണ് അത് തന്നെയല്ലേ തന്നത്, അപ്പോൾ അത് ട്രൂ ആണ്. പിന്നെന്താണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്താണ് ഫാൾസ് ആണ്. നോ റിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി നമ്മൾ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോ റിലേഷനും ഫാൾസ് ആണ്. ഇനി നോക്കാൻ പോകുന്നത് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. കോംപ്ലിമെൻ്ററി പെയർ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 1, 2 സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണെന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഞാനിപ്പോൾ അതാ 2 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഏതാണെന്ന് വിചാരിക്കുക, എ ലെസ് ദാൻ സിയും എ ഈക്വൽ ടു സി ആണെന്ന് കരുതുക. അപ്പോൾ നോക്ക്, എയും സി ഇതിൽ 2 കോമൺ ആയിട്ട് എന്തുണ്ട്? എ ഇല്ലേ. 2 കോമൺ ആയിട്ട് എന്താണ് വേറെ ഉള്ളത്? സിയും ഇല്ലേ. 2 കോമൺ ആയിട്ട് എയും ഉണ്ട്, പിന്നെന്താണ് സിയും ഉണ്ട്. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താണ് 4 കോംപ്ലിമെൻ്ററി പെയർ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ. 4 ഇതാണെന്നാണ് പറഞ്ഞത് കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ എന്താണ് ഇതിൽ ഏതെങ്കിലും കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ നോക്ക്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പക്ഷേ എന്താണ് 2 കൂടി ചേർത്ത് നോക്കുമ്പോൾ ട്രൂ ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്ക്, ഇതിൽ ഏതാണ് 2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എ ലെസ് ദാൻ സി എന്നുള്ളത് എന്താണ് ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എ ഗ്രേറ്റർ ദാൻ സി എന്താണ് അതും ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 2 കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നല്ലേ. എന്തുകൊണ്ടാണ്? എ ലെസ് ദാൻ സിയും എ ഗ്രേറ്റർ ദാൻ സിയും. അപ്പോൾ 2 കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ്. അതിനല്ലേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ട്രൂ ആയില്ലേ? നോക്കണേ, ആകെ എന്താ പറഞ്ഞത്? 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് ഫാൾസ് ആയിട്ടുണ്ട്. പക്ഷേ അത് 2 കൂടി കൂട്ടിച്ചേർത്തപ്പോൾ എന്തായി? ട്രൂ ആയി. അപ്പോൾ അതാണെന്ത് കോംപ്ലിമെൻ്ററി പെയർന്ന്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വരിക? നമ്മൾക്കിപ്പോൾ ഓപ്ഷൻസ് വരികയല്ലേ. ഇപ്പോൾ എന്താണ് ഓൺലി 1 ഫോളോസ് അല്ലെങ്കിൽ ഓൺലി 2 ഫോളോസ്. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? ഐദർ ഇതിൽ ഏതാണ്? എ ലെസ് ദാൻ സി എന്നുള്ള ഏതാണ്? എ അല്ലേ. ഐദർ എ ഓർ ഏതാണ്?
എഫ് ഫോളോസ് ആയിരിക്കും വരിക. നമ്മൾക്ക് ഓപ്ഷൻസിൽ എന്തായിരിക്കും വരിക? ബോത്ത് എ ഓൺലി എ ഫോളോസ്, ഓൺലി 2 ഫോളോസ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തരാറില്ലേ സാധാരണ. സിലോസിസ് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? കോംപ്ലിമെൻ്ററി പെയർ ആണെങ്കിൽ ഏതാണ് വരിക? ഓൺലി എ ഐദർ എ. ഏതാണ് എ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഓർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു സി എന്നാണ്. അപ്പോൾ എന്തായി? ഐദർ എ ഓർ എഫ് ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇതാണ് കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? എ ലെസ് ദാൻ സി എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ്? ഫാൾസ് ആണ്. എ ഗ്രേറ്റർ ദാൻ സി എന്താണ്? എ ഈക്വൽ ടു സി എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഫാൾസ് ആണ്. പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? ട്രൂ ആയി എന്ന് പറഞ്ഞ്. അതാണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള കൺസെപ്റ്റ്. റെഡിയാണോ? ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതാണ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നേരെ സൈന് അങ്ങോട്ടാണ് നേരത്തെ എന്താണ് ഇങ്ങനെ തുറന്നിട്ടുള്ളതെങ്കിൽ അത് നേരെ ഇങ്ങോട്ടാക്കി ഒരു അടിയിലൊരു വരയും. അതാണ് ആകെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ എ ലെസ് ദാൻ സി എന്നുള്ളത് എന്താണ്? ഫാൾസ് ആണ്. എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതോ അതും ഫാൾസ് ആയിരിക്കും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ളതോ അതും ഫാൾസ് ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ളതോ അത് ട്രൂ ആയിരിക്കും. കാരണം എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയില്ല അത്. റെഡി? ഇനി അടുത്തത് നോ റിലേഷൻ എന്നുള്ളത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എഫ് എന്നുള്ളത് ഏതാണ്? എ ഈസ് ഈക്വൽ ടു സി എന്നുള്ളത് എന്താണ്? അതും ഫാൾസ് ആയിരിക്കും. ഫാൾസ്. അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 6 കൺക്ലൂഷൻ ഉണ്ട്. 6 കൺക്ലൂഷൻ ഏതായി? ഒന്ന് മാത്രമേ ട്രൂ ആവുന്നുള്ളൂ. ഇനി ഏതാണ് കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നോക്കണേ. ഇത് രണ്ടെണ്ണം മിക്സ് ചെയ്തല്ലേ? ഈ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മിക്സ് ചെയ്തല്ലേ? അതെങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? എ ഗ്രേറ്റർ ദാൻ സിയും എ ഈസ് ഈക്വൽ ടു സിയും നോക്കുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ഏതാ? ഇതല്ലേ. എ ഈക്വൽ ടു സി ഏതാ? ഇതല്ലേ. രണ്ട് സെപ്പറേറ്റ് ആയി നോക്കുമ്പോൾ എന്താണ്? ഫാൾസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടും കൂടി ചേർത്തപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കിട്ടി. അപ്പോൾ എന്തായി? രണ്ടും കൂടി ചേർത്തപ്പോൾ ട്രൂ ആയി. രണ്ടും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഫാൾസ് ആയി. ഇതാണ് കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ ഇതിലത്തെ കോംപ്ലിമെൻ്ററി പെയർ ഏതാ? എ ഗ്രേറ്റർ ദാൻ സിയും എ ഈസ് ഈക്വൽ ടു സി എന്നുള്ളതാണ് കോംപ്ലിമെൻ്ററി പെയർ. എന്താണ് പറഞ്ഞത്? കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഫാൾസ് ആണ്. പക്ഷേ രണ്ടുപേര് ചേർന്നപ്പോൾ ട്രൂ ആയിന്ന്. അപ്പോൾ എന്താണ്? ഇതാണ് കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഐദർ ബി ഓർ എഫ് ഫോളോസ് ആയിരിക്കും വരിക. കോംപ്ലിമെൻ്ററി പെയറിലാണെങ്കിൽ എന്താണ്? ഐദർ ബി ഓർ എഫ് ഫോളോസ്. ഓക്കെ, ഐദർ ബി ഓർ എഫ് ഫോളോസ്. ഈ ഡി എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കുന്നില്ല എന്ന്. ശരിക്കും എന്തായിരിക്കും വരിക? ഓൺലി ഡി ആൻഡ് ഐദർ ബി ഓർ എഫ് ഫോളോസ് നോക്കി ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നോക്കണേ, ഓൺലി ഡി ആൻഡ് ഐദർ ബി ഓർ എഫ് ഫോളോസ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഡി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് ട്രൂ ആണ്. പിന്നെന്താണ്? ഐദർ ബി ഓർ എഫ് ഫോളോസ്, ബിയും എഫും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതും ട്രൂ ആണ്. അപ്പോൾ 2 ചാൻസ് ആണല്ലോ പറഞ്ഞാൽ. ഇതിൻ്റെ ആൻസർ എന്താ പറഞ്ഞാൽ? 2 ചാൻസ്. ഒന്നെങ്കിൽ ഓൺലി ഡി ഒറ്റയ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ ഐദർ ബി ഓർ എഫ് ഫോളോസ്, ബിയും എഫും കൂടി എന്താണ്? ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ എന്താണ്? കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതേ ഉള്ളൂ. ശരിക്കുമുള്ള വീഡിയോ എന്താണ്? കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഗ്രേറ്റർ ദാൻ നോക്കിയിട്ടുണ്ട്, ലെസ് ദാൻ നോക്കിയിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കിയിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കിയിട്ടുണ്ട്, ഈക്വൽ ടു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിലാണ് നമ്മൾ കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള കൺസെപ്റ്റ് ആകെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലാകെ പറഞ്ഞത് എന്താ? 2 കോംപ്ലിമെൻ്ററി പെയർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും എന്താണ്? 2 കോംപ്ലിമെൻ്ററി പെയറും കൂടിയുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ അടുത്ത സെക്ഷനുകൾ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അടുത്ത പാർട്ട് 5 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് ഇതിൽ ഏതൊക്കെ കൺക്ലൂഷനാണ് ഫോളോ ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. എഫും കൂടി എഴുതി വെക്കുക. എഫ് എ ഈസ് ഈക്വൽ ടു സി എന്നും കൂടി എഴുതി വെക്കാം. ഇനിയിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നാണ്. അപ്പോൾ എന്താണ്? ഇതിൽ കൺക്ലൂഷൻ തന്നത് എന്താണ്? എയും സിയും തമ്മിലുള്ള കൺക്ലൂഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഏതാണ് ട്രൂ ആണെന്ന് നോക്കേണ്ടത്. അപ്പോൾ ബീനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബീനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ബീനെ ഞാനിതെങ്ങനെയാണ് ആക്കി നോക്ക്. ഇതിൽ എ ഗ്രേറ്റർ ദാൻ സംതിങ്,
ആ സംതിങ് എന്താണ് സീനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇതാ ഇത്രയാണുള്ളത്, അതിനേക്കാൾ ഒരു സംതിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനേക്കാളും വലുതാണ് എ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചുരുക്കിയിട്ട് എങ്ങനെ ഇതാ എയും സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതാ എ ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനേക്കാൾ ചെറുതാണ്, എന്തിനേക്കാൾ ചെറുതാണ്. ആ എന്തിനോ എന്ന് പറഞ്ഞ സാധനം എന്താണ് എനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? എ അല്ലേ? അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമുക്ക് എഴുതിക്കൂടെ? അതാണ് എഴുതിയത്, എ ഗ്രേറ്റർ ദാൻ സി ആണ്. ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ, ഇതൊന്നും നോക്കുന്നില്ല. അപ്പോൾ എന്താണ് എ ഗ്രേറ്റർ ദാൻ സി എന്താണ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോളോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ സി മാത്രമേ ഫോളോ ആവുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ എ ഗ്രേറ്റർ ദാൻ സി മാത്രമേ ഫോളോ ആവുന്നുള്ളൂ, വേറെയൊക്കെ എന്തായിരിക്കും, ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. റെഡി? ഇനി എന്താണ് അടുത്തതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് പറയുന്നത്. എന്താണ്? എ എന്നത് ഏറ്റവും വലുതാണ്, എന്തിനേക്കാൾ? ബിയിനേക്കാൾ വലുതാണ്. പക്ഷേ എന്താണ് സി എന്നുള്ളത് ഒന്നുകിൽ ബി ആവാം അല്ലെങ്കിൽ ബിയിനേക്കാൾ ചെറുതാവാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സീനെ ഇങ്ങനെ വരച്ച്, ഒന്നുകിൽ ബി ആവാം അല്ലെങ്കിൽ ബിയിനേക്കാൾ ചെറുതാവാമെന്ന് നോക്കണേ. അപ്പോൾ എന്താണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിനേക്കാൾ വലുതാണ്. സൈസിൻ്റെ നോക്കണേ, എ ബിയിനേക്കാൾ വലുതാണ്. ഇതാ ബി ഇത്രയേ ഉള്ളൂ, പക്ഷേ എ ഇത്രയുണ്ടെന്ന്. പക്ഷേ എന്താണ് ബിയും സിയും സെയിം ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ തൽക്കാലം ബിനെ അങ്ങ് വായിച്ച്. അപ്പോൾ എന്തായി എ എന്താണ് സീനേക്കാൾ വലുതല്ലേ സൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് ഞാൻ എഴുതിയാൽ എന്തായി ട്രൂ ആവില്ലേ? നോക്കണേ, എന്താണ് ഈ ബിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി എ ഗ്രേറ്റർ ദാൻ സി എന്ന് ഞാൻ എഴുതി. അപ്പോൾ ആകെ ചെയ്തത് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള എന്താണ് കൺക്ലൂഷൻ എന്തായിരിക്കും? അത് ഗ്രേറ്റർ ദാൻ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിയും വന്നപ്പോൾ ഗ്രേറ്റർ ദാൻ ആയി. റെഡി ആവുന്നുണ്ടോ? അപ്പോൾ എന്തായി സ്റ്റേറ്റ്മെൻറ്റ് എന്തായി എ ഗ്രേറ്റർ ദാൻ സി എന്ന് ഞാൻ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ ആവുക? ഏതാ ട്രൂ ആവുക? ബി മാത്രമല്ലേ ട്രൂ ആവുള്ളൂ നേരത്തെ പോലെ തന്നെ. അപ്പോൾ എന്താണ് ഇതിൽ ബി ആണ് ട്രൂ ആവുന്നത്, വേറെയൊക്കെ എന്തായിരിക്കും ബാക്കിയുള്ളത് എന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. ഇനി അടുത്തതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ 1ഉം 2ഉം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്താണ് നോക്കേണ്ടത്. മൂന്നാമത്താണ് എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷേ ബി ഈക്വൽ ടു സി. നേരത്തെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. എന്താണ് മൂന്നാമത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എ എന്താണ് ബിയിനേക്കാൾ എന്താണ് വലുതാണ്. നോക്കണേ, സൈസ് നോക്കണേ. ബി ഇതാ ഇത്രയേ ഉള്ളൂ, പക്ഷേ എ ഇത്രയുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ബിയും സിയും സെയിം ആണെന്ന്. അപ്പോൾ ബിയും സിയും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിക്ക് പകരം ബി ആണെന്ന് കരുതി, അല്ലെങ്കിൽ ബിക്ക് പകരം സി ആണെന്ന് കരുതി. എന്തായി വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലെന്ന് പകരം എന്തായി? ഇതിലെന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ബീനെ ഞാനങ്ങ് ബീനെ മാച്ചപ്പോൾ എന്തായി? എ എന്തായി? സീനേക്കാൾ വലുതായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈനല്ലേ വന്നത്. നോക്കണേ, ഇവിടെ എന്താണ് ബീനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു എന്നുള്ളതാണ് വന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാനും ഈക്വൽ ടു എന്നാണ് വന്നത്. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ആൻസർ എ ഗ്രേറ്റർ ദാൻ സി ആയെന്ന് പറഞ്ഞ്. നേരത്തെ എന്തായിരുന്നു? നേരത്തെ രണ്ടെണ്ണത്തിൽ എ ഗ്രേറ്റർ ദാൻ സി തന്നെയല്ലേ വന്നത്. ഇവിടെയും എ ഗ്രേറ്റർ ദാൻ സി എന്നായി. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നപ്പോൾ എന്തായി? ഗ്രേറ്റർ ദാൻ ആയിന്ന്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഗ്രേറ്റർ ദാനും ഈക്വൽ ടു വന്നപ്പോൾ എന്തായി എന്ന് പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ ആയി. ഇനിയിപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ നോക്കാൻ എന്താ ചെയ്തത്? ഗ്രേറ്റർ ദാനും വന്നപ്പോൾ എന്തായി? ഗ്രേറ്റർ ദാൻ തന്നെയായി. നോക്കണേ, ഈ ടേബിൾ നമ്മൾ മൈൻഡ് ചെയ്യണേ. ചിലപ്പോൾ ഒന്ന് തലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണ് ഗ്രേറ്റർ ദാനും വന്നപ്പോൾ ഗ്രേറ്റർ ദാൻ ആയി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നപ്പോൾ ഗ്രേറ്റർ ദാൻ തന്നെയായി. ഗ്രേറ്റർ ദാനും ഈക്വൽ ടു വന്നപ്പോൾ ഗ്രേറ്റർ ദാൻ ആയി. റെഡി ആവുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ബി മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്തായിരിക്കും ഫാൾസ് ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളാകെ 3 ഇപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ഇനി എന്താണ് 2 കൂടി നോക്കാം. അടുത്ത 2 ഇതാ എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ. ഇതിലെന്താണ് വ്യത്യാസമുള്ളത്? ഇവിടേക്കാണ് വലുതുള്ളത്, ഇവിടേക്കാണ് ചെറുതുള്ളത്. ഇതാ എ എന്നുള്ളത് ബീനേക്കാൾ വലുതാണെന്ന് പറയുന്നത്, ബീനെ ഇവിടെ വെച്ച്. പക്ഷെ എന്താണ് സി എന്നുള്ളത് ബീനേക്കാൾ വലുതാണെന്ന്. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ബീനെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും എയും സിയും സെയിം അല്ലേ എന്ന്. ഞാനിപ്പോൾ തൽക്കാലം ഇതാ ബീനെ അവിടെ തന്നെ ഉണ്ട്, ഞാനിതാ സീനത് ഇങ്ങനെ വരച്ച്, സീനെ എത്രയാക്കി വരച്ച്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ബി എന്താണ് സീനേക്കാൾ ചെറുതല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ട്രൂ ആണ്. പക്ഷെ എന്താണ് എ എന്താണ് സീനേക്കാൾ ചെറുതാവൂലേ? ബീനെ മായ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനേക്കാൾ ചെറുതാവും എ.
ഞാനിപ്പോൾ തൽക്കാലം ഇതാ സീനെന്താ ഞാൻ ഇങ്ങനെ വരച്ച്, ബീനത് ഇങ്ങനെയും വരച്ച്. ഇപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലേ, പക്ഷെ എന്താണ് ഇപ്പോൾ ബീനെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്തായി വലുതായി സീനേക്കാളും. അപ്പോൾ എന്താണ് ആകെ മാറ്റമുള്ളത്, നമുക്ക് എന്താണ് എ സീൻ തമ്മിൽ ഒരു റിലേഷൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്താണ് ഒന്നെങ്കിൽ സീനേക്കാൾ വലുതാവാം, അല്ലെങ്കിൽ സീനേക്കാൾ ചെറുതാവാം. ചിലപ്പോൾ എന്താണ് വലുതും ചെറുതും കൂടി ഒരുമിച്ചാവാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം. ചിലപ്പോൾ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും നോ റിലേഷനാണ് വരിക. എ ഗ്രേറ്റർ ദാനും ബി ലെസ് ദാനും വരുമ്പോൾ നോ റിലേഷനാണ് വരിക. അതിപ്പോൾ എങ്ങനെ ഓർമ്മിക്കുക നോക്കണേ, ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇങ്ങോട്ട് തുറന്ന ഭാഗം, ലെസ് ദാൻ എന്നുള്ള അങ്ങോട്ട് തുറന്ന ഭാഗം. അപ്പോൾ എന്താണ് രണ്ട് ഓപ്പോസിറ്റ് സൈനാന്ന് പറയാം. ഈ എന്താണ് ഇതൊരു സിമ്പിളാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സിമ്പിളാണെന്ന് പറയാം. ഗ്രേറ്റർ ദാനും എന്താണ് ലെസ് ദാൻ എന്നുള്ള രണ്ട് ഓപ്പോസിറ്റ് സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നോ റിലേഷൻ. എയും സിയും തമ്മിൽ എന്താണ് നോ റിലേഷനാണ് വരിക, നോ റിലേഷനാണ് വരിക. നോക്കണേ, എയും ഗ്രേറ്റർ ദാനും ലെസ് ദാനും വരുമ്പോൾ നോ റിലേഷൻ. ഇപ്പം നമ്മൾ ഏതാ നോക്കുന്നത്, നാലാമത്തതാണ്. അതിൽ എന്താണ് എയും സിയും തമ്മിൽ റിലേഷനും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായി, ആദ്യത്തെ എന്തായി ഫാൾസായി, രണ്ടാമത്തെ എന്തായി ഫാൾസായി, മൂന്നാമത്തെ എന്തായി ഫാൾസായി, നാലാമത്തെ എന്തായി ഫാൾസായി, അഞ്ചാമത്തെ എന്തായി അത് ട്രൂ ആയി, നോ റിലേഷൻ എന്നുള്ളത് ട്രൂ ആയി എന്ന് പറഞ്ഞത്. ഇനി ആറാമത്തെ എന്തായി അതും ഫാൾസായി. അപ്പോൾ എന്തായി നമ്മളിതാ നോ റിലേഷൻ എന്നുള്ള ഇതാണ് പറഞ്ഞത്, അതിൽ എന്തൊക്കെയായി ഇതിൽ നോ റിലേഷൻ എന്നുള്ള മാത്രമേ ട്രൂ ആവുന്നുള്ളൂ. ഇനിയിപ്പോൾ കോംപ്ലിമെൻ്ററി പെയർ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഇതിലത്തെ കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉള്ളത്, ഈ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ആവാൻ ചാൻസ് ഉണ്ടോ, ഇല്ല. ഇനിയിപ്പോൾ ലെസ് ദാനും ഈക്വൽ ടു ആവാൻ ചാൻസ് ഉണ്ടോ, അതും ഇല്ല കോംപ്ലിമെൻ്ററി പെയർ. വേറെ ഏതാ കോംപ്ലിമെൻ്ററി പെയർ വരിക, നമ്മൾ 4 കോംപ്ലിമെൻ്ററി പെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ലെസ് ദാനും ഈക്വൽ ടു, പിന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നാലാമത്തെ കോംപ്ലിമെൻ്ററി പെയർ. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ട്രൂ ആവും. എന്തുകൊണ്ടാണ്, ഞാനെന്താ ഇതാണ് എ ആദ്യത്തെ മാത്രം നോക്കുക, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിയും എ ലെസ് ദാൻ സിയും എന്താണ് രണ്ട് ഇൻഡിവിജ്വലായിട്ട് എന്താണ് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഇൻഡിവിജ്വലായിട്ട് ഫാൾസ് ആണ്, പക്ഷേ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്ക്. അപ്പോൾ എന്താണ് പറയുന്നത്, സി എന്ന് പറയുന്നത് എന്താണ്, സി എന്ന് പറയുന്നത് എനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ സെയിമോ ആയിരിക്കും. രണ്ടാമത്തേൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിരിക്കും. അപ്പോൾ നോ റിലേഷനാണ്. ഒരാൾ എന്നേക്കാളും ഒന്നെങ്കിൽ ചെറുതാവാനോ വലുതാവാനോ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരാൾ എന്നേക്കാൾ ഒന്നെങ്കിൽ എൻ്റെ സെയിം ആയിട്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ വലുതാവാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണ് എന്നേക്കാൾ ചെറുതാവാനും ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ വലുത്, അല്ലെങ്കിൽ സെയിം, അല്ലെങ്കിൽ ചെറുത്. നമ്മളെന്താണ് 3 പോസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ. നോക്കണേ, ഇവിടെ വലുതാവാൻ ചാൻസ് ഉണ്ട്, ചെറുതാവാൻ ചാൻസ് ഉണ്ട്, സെയിം ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി, ഇതെന്താണ് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി നോ റിലേഷൻ എന്നുള്ളത് സെയിം ആയില്ലേ. നോക്കണേ, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷേ എന്താണ് അവൻ എന്നേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ സെയിമാണ്, അല്ലെങ്കിൽ ചെറുതാണെന്ന്. അപ്പോൾ എന്തായി ഇത് പറഞ്ഞപ്പോൾ എന്താണ് ആകെയുള്ള 3 പോസിബിലിറ്റിയും ട്രൂ ആയില്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞ് ട്രൂ ആയി. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഒരു കോംപ്ലിമെൻ്ററി പെയറാണ്. ഇനിയിപ്പോൾ ഞാനെന്താ അടുത്ത കോംപ്ലിമെൻ്ററി പെയർ ഇതാണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും എ ഗ്രേറ്റർ ദാൻ സിയും. അപ്പോഴും എന്താണ് എ എന്ന് പറയുന്നത് എന്താണ് എന്നേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ എന്താണ് അവൻ എന്നേക്കാൾ വലുതാണ്. അപ്പോൾ 3 പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തായി ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എന്തായി ട്രൂ ആയില്ലേ, രണ്ടും കൂടി ചേർക്കുമ്പോൾ ട്രൂ ആയി. അപ്പോൾ ഇതാണ് അടുത്ത കോംപ്ലിമെൻ്ററി പെയർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് നോക്കി. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ്. എ ലെസ് ദാൻ സി എന്നുള്ള പറയുന്നതെങ്കിൽ ഏതാണ് എ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഐദർ ഡി ഓർ എ. ഇവിടെ ആണെങ്കിലോ ഐദർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഐദർ സി ഓർ എന്താണ് ബി എന്നുള്ളത്. അപ്പോൾ ഏതാണ് ഇതിൽ കോംപ്ലിമെൻ്ററി പെയർ ആയിട്ട് എന്താണ് നോ റിലേഷൻ പറയാമെങ്കിൽ കോംപ്ലിമെൻ്ററി പെയർ ആയിട്ട് എന്താണ് 2 എണ്ണം എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്ന് നോ റിലേഷൻ ആണെങ്കിൽ എന്താണ് ഈ 2 കോംപ്ലിമെൻ്ററി പെയറാണ് വരാൻ ചാൻസ് ഉള്ളത്. വേറെ ഏതെങ്കിലും കോംപ്ലിമെൻ്ററി പെയർ വരുമോ, ഇല്ല. ബാക്കി എന്താണ് ബാക്കിയുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഫാൾസ് ആയിരിക്കും. നോ റിലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. നോ റിലേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഒറ്റയ്ക്കായിട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും
അത് ഫാൾസ് ആയിരിക്കും. പക്ഷേ എന്താണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ളത് ഈ രണ്ടെണ്ണം ആവാൻ ചാൻസ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും. പിന്നെന്താണ് ഇനിയിപ്പോൾ നോ റിലേഷൻ മാത്രമേ തന്നുള്ളൂ, കോംപ്ലിമെൻ്ററി പെയറിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഐദർ ഓർന്ന് ഓപ്ഷൻസിൽ ഇല്ല എന്നെങ്കിൽ നോ റിലേഷൻ എന്നുള്ള എന്തായിരിക്കും ആൻസർ ആയിട്ട് വരും. അപ്പോൾ എന്താണ് ആകെ നമ്മൾ 1 2 3 4 പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഞ്ചാമത്താണ് നോക്കാൻ പോകുന്നത്. നാലാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താണ് അഞ്ചാമത്താണ്. അഞ്ചാമത് എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയാണെന്ന് എന്താ വരിക? ഓപ്പോസിറ്റ് സൈൻ അല്ലേ, ഒന്ന് ഇങ്ങോട്ട് വായി തുറന്ന് ഒന്ന് അങ്ങോട്ട് വായി തുറന്ന്, അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോഴും എന്താണ് വരിക? നോ റിലേഷൻ എന്നാണ് വരിക. എന്താണ് ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും എന്താണ് നോ റിലേഷൻ എന്നാണ് വരിക. നമ്മളെന്താണ് ഓപ്പോസിറ്റ് സൈനാണ് നോക്കേണ്ടത്. ഒന്നെങ്കിൽ ഇങ്ങോട്ട് തുറന്ന് നിൽക്കുക, ഒന്ന് അങ്ങോട്ട് തുറന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് തുറന്ന് നിൽക്കുക, ഒന്ന് ഇങ്ങോട്ട് തുറന്ന് നിൽക്കുക. അതാണ് ഏതാണ് നോക്കണേ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇനിയിപ്പോൾ അതാ ഈ ഈക്വൽ ടു എന്നുള്ള ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ സെയിമാ. അല്ലെങ്കിൽ എന്താണ് വരിക? അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചാൻസ് ഉള്ളത്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈനുകളാണെങ്കിൽ എന്താണ് നോ റിലേഷനാണ് വരിക. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് സൈനുകളാണെങ്കിൽ നോ റിലേഷൻ. ഒരാൾ അങ്ങോട്ട് തുറന്നും ഒരാൾ ഇങ്ങോട്ട് തുറന്നാണെങ്കിൽ എന്താണ് പിന്നെ ഓപ്പോസിറ്റ് സൈനുകളാണ്, അപ്പോൾ നോ റിലേഷനാണ്. ഇനി എന്താണ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വരണം, ഒരേ സൈഡിലേക്ക് തുറന്ന് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നോ റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ നോ റിലേഷന്. അങ്ങനെയാണെങ്കിൽ ഏതാ ആൻസർ വരിക? നോ റിലേഷൻ എന്നുള്ള പറഞ്ഞ്. അതേപോലെ തന്നെ എന്താണ് നോ റിലേഷൻ ആണെങ്കിൽ 2 കോംപ്ലിമെൻ്ററി പെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ കേസിലും എന്താണ് സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി പെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോ റിലേഷൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 4 ടൈപ്പ് കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് വരിക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി ഇതിൻ്റെ ആൻസർ എന്തായി എന്ന് പറഞ്ഞാൽ അതും എന്താണ് നോ റിലേഷൻ ആണ്. അപ്പോൾ എന്താണ് ആൻസർ എന്താണ് നോ റിലേഷൻ എന്നാണ്. അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഐദർ എ ഓർ ഡി ഫോളോവേഴ്സ്, ഐദർ ബി ഓർ സി ഫോളോവേഴ്സും വരും. എന്താണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ളത്. അടുത്തത് എന്താണ്? ഇതുവരെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. 5 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 5 ആണ് നോക്കാൻ പോകുന്നത്. നേരത്തെ എന്താണ് ഇവിടെ ഗ്രേറ്റർ ദാൻ തന്നെ വന്നത്, ഇപ്പോൾ ലെസ് ദാൻ ആയി. അതേ ആകെ മാറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്തായി? ഇവിടെ നോ റിലേഷൻ എന്ന് പറഞ്ഞൂടെ, 2 ഓപ്പോസിറ്റ് സൈന്. ഇവിടെ എന്താണ് നോ റിലേഷൻ എന്ന് പറഞ്ഞൂടെ. ഇവിടെ നോക്ക്, ഇവിടെ എന്താണ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞൂടെ. ഇവിടെ നോക്ക് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞൂടെ. ഇവിടെ എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞൂടെ. നോക്കണേ, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ലെസ് ദാൻ ആണ് വരിക. അങ്ങനെ തന്നെ ലെസ് ദാൻ വരുമ്പോൾ ലെസ് ദാൻ ആണ് വരിക. ഇപ്പോൾ എന്താണ് ലെസ് ദാനും ഈക്വൽ ടു വരുമ്പോൾ ലെസ് ദാൻ ആണ് വരിക. ഇനിയിപ്പോൾ എന്താ ഓപ്പോസിറ്റ് സൈന് വരുമ്പോൾ നോ റിലേഷൻ ആണ് വരിക. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കണ്ടെത്തിക്കൂടെ? റെഡിയാണോ? നോക്കണേ, ലെസ് ദാനും വരുമ്പോൾ ലെസ് ദാൻ ആണ് വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ലെസ് ദാൻ ആണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും വരികയാണെങ്കിൽ എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും. ഇനിയിപ്പോൾ എന്താണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ എന്തായിരിക്കും? നോ റിലേഷൻ ആയിരിക്കും. അപ്പോൾ ആകെ പറഞ്ഞെന്താ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതാ ലെസ് ദാനും ഈക്വൽ ടു ആണെങ്കിലും എന്താണ് ലെസ് ദാൻ ആണ് വരിക. അപ്പോൾ എന്താണ് ഇത് നമുക്ക് എയും സിയുള്ള എങ്ങനെയാണെന്ന് റിലേഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യാൻ നോക്കാൻ പറ്റിയത്? സിമ്പിൾ അല്ലേ. ഇപ്പോൾ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ എ ലെസ് ദാൻ സി എന്നുള്ള ഇതിൽ ഏത് മാത്രമേ ട്രൂ ആവുള്ളൂ? എ മാത്രമേ ട്രൂ ആവുള്ളൂ. അങ്ങനെ ഓരോന്നും നമുക്ക് എടുത്ത് ചെയ്തുകൂടെ? അതിൽ നിന്ന് നോ റിലേഷൻ ആണെങ്കിൽ 2 ടൈപ്പ് കോംപ്ലിമെൻ്ററി പെയർ വരാനും ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ആൻസർ എന്താണ്? നോ റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇനി അടുത്ത നോക്കുകയാണ്. നമ്മളിതുവരെ 10 ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഒരു 15 ടൈപ്പും കൂടി ഉണ്ടാവും. അത് പെട്ടെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ്? എ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും വന്ന്, അങ്ങനെയാണെങ്കിൽ ഏതാ റിലേഷൻ വരിക? എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് വരിക. ഇവിടെയോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു ബിയും എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിയും വന്ന്, അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് വരിക. ഇവിടെയോ എ ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി എന്ന് വന്ന് എന്താണ്? അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി എന്ന് വരും. ഇവിടെയോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വരും. ഇവിടെയോ എ ലെസ് ദാൻ സി വരും. ഇതിൽ ഏതാണ് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളത്? ഈ രണ്ടെണ്ണമാണ് ആകെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളത്. എന്തുകൊണ്ടാണ്? ഈ ഈക്വൽ ടുവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഏതാ വരിക എന്നറിയാം? ഈ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അല്ലെങ്കിൽ എന്താണ് തല തിരിച്ച് ഈക്വൽ ടുവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആകെ നമുക്ക് റിസൾട്ടിൽ വരിക ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരിക. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് റിസൾട്ടിൽ വരിക. അത്രയും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷനുള്ള എന്താണ് ഈ രണ്ടാമത്തതും അഞ്ചാമത്താണ്. അപ്പോൾ എന്താണ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വരും. അപ്പോൾ എന്താണ് ഇതിൽ ഏതൊക്കെയാണ് നമ്മളെന്താണ് ഇതൊക്കെ വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, സിമ്പിളായിട്ട് പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇതിൽ എങ്ങനെയാണ് എയും സിയും റിലേഷൻ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് അപ്പോൾ ഈ 5 ടൈപ്പും കൂടി നമ്മളെന്താണ് ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആകെ നമ്മൾ നോക്കേണ്ടതാണ് ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വരുമ്പോൾ എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി വരും. അപ്പോൾ ഈ എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പേഴ്സ് ഏതൊക്കെയാണ്? എ ഗ്രേറ്റർ ദാൻ സിയും എ ഈക്വൽ ടു സി ആണ്. നമ്മളെന്താണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പേർ ഏതൊക്കെയാണ്? എ ലെസ് ദാൻ സിയും എ ഈക്വൽ ടു സി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റും 2 സ്റ്റേറ്റ്മെൻറ്റും അതിൽ കോംപ്ലിമെൻ്ററി പേരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോ റിലേഷൻ ഇല്ലാത്തതിനെ കൊണ്ട് വേറെ 2 ടൈപ്പ് കോംപ്ലിമെൻ്ററി പേർ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ അപ്ലിക്കബിൾ ആകുന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ആകെ 15 ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 ടൈപ്പ് കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതാണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിയും ബി ഗ്രേറ്റർ ദാൻ സിയും. അങ്ങനെ ഏതാ വരിക? എ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. നമ്മൾ നേരത്തെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 സൈനും സെയിം ആണെങ്കിലില്ലേ ആൻസറിലും എന്തായിരിക്കും ആ സൈൻ തന്നെയായിരിക്കും ഉണ്ടാവുക. 2 സൈനും സെയിം ആണ്. അപ്പോൾ ആൻസറിലും ആ സൈൻ തന്നെ ഉണ്ടാവുക. ഇവിടെ ഏതാണ് സൈൻ ഏതുള്ളത്? ഗ്രേറ്റർ ഓർ ഈക്വൽ ടു അല്ലേ? ഇവിടെയും ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി എ അങ്ങനെയാണെങ്കിൽ എ സി തമ്മിലുള്ള റിലേഷൻ ഏതാണെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആണെങ്കിൽ എ ലെസ് ദാൻ സി എന്നാണ് വരിക. അപ്പോൾ എന്താണ് സൈന് സെയിം ആണെങ്കിൽ റിസൾട്ട് അതേ സൈൻ തന്നെ ഉണ്ടാവുക. അപ്പോൾ നോക്ക് ഇവിടെ ഏതാണ്? എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു സി കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാ വരുന്നത്? എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി. ഇവിടെ ഏതാണ്? ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ലെസ് ദാനും. 2 ഓപ്പോസിറ്റ് സൈനുകളല്ലേ? നമുക്ക് അവിടേക്ക് തുറന്നു വന്ന് ഇവിടേക്ക് തുറന്നു വന്ന് അങ്ങനെയാണെങ്കിൽ എന്താണ്? നോ റിലേഷൻ ആണ്. നോ റിലേഷൻ. ഇവിടെയോ? ഇവിടെയും നോ റിലേഷൻ ആണ്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നോ റിലേഷൻ ഏതൊക്കെയായിരുന്നു? നോ റിലേഷൻ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയർ ഏതൊക്കെയാണ്? ഓരോ നോ റിലേഷൻ ഏത് വരെയാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു ടൈപ്പ് നോ റിലേഷൻ, ഇത് വേറൊരു ടൈപ്പ് നോ റിലേഷൻ, അങ്ങനെയാണെങ്കിൽ വെവ്വേറെ കോംപ്ലിമെൻ്ററി പെയറായിരിക്കും വരികയെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നോ റിലേഷൻ ഏതായാലും 2 ടൈപ്പ് കോംപ്ലിമെൻ്ററി പെയറാണുള്ളത്. ഏതൊക്കെയാണ്? എ ഗ്രേറ്റർ ദാൻ സിയും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും എ ലെസ് ദാൻ സിയും എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിയും. അപ്പോൾ എന്താണ്? ഫസ്റ്റ് കോംപ്ലിമെൻ്ററി പെയർ, ഇത് സെക്കൻഡ് കോംപ്ലിമെൻ്ററി പെയർ. കോംപ്ലിമെൻ്ററി പെയർ ഏതൊക്കെയാണ്? ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞ് എന്താണ് അരഗൻസ് ആക്കുന്നില്ല. അപ്പോൾ അടുത്തത് ഇതിലെന്താണ്? അടുത്തത് എന്താണ്? ലാസ്റ്റ് സ്ലൈഡാണ്. ഇതിലത്തെ ലാസ്റ്റ് സ്ലൈഡാണ്. നമ്മളെന്താണ് ഓൾമോസ്റ്റ് 20 എണ്ണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിലേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇപ്പോൾ എന്താണ് 25ാമത്താണ്. അപ്പോൾ ആദ്യത്തതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സൈൻ ഏതാണെന്ന് പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ വരുന്ന പറഞ്ഞ് ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ്. പിന്നെ ലെസ് ദാൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുകയാണ്. ഇവിടെയാണ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 4 ടൈപ്പ് ഫസ്റ്റ് സൈനായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് സൈനിൽ 5 ടൈപ്പ് ഇവിടെ എന്താണ് ഇവിടെ വരുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര എണ്ണമായി? 25 ടൈപ്പാണുള്ളത്. അപ്പോൾ 20 പറഞ്ഞിട്ടുണ്ട്. ഇനി 5ാമത്തതാണ്. ഇതെന്താണ്? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഗ്രേറ്റർ ദാനും. എന്താണ്? ഓപ്പോസിറ്റ് സൈനാണ് നോ റിലേഷൻ. ഇവിടെ എന്താണ്? ഇവിടെയും ഓപ്പോസിറ്റ് സൈനാണ് നോ റിലേഷൻ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് വരിക. ഇവിടെയോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും എ ലെസ് ദാൻ സി എന്നാണ് വരിക. ഇവിടെയും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് വരിക. എന്തുകൊണ്ടാണ്? 2 സെയിം സൈൻ ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? സെയിം സൈൻ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് പറയാൻ പറ്റില്ലോ, സിമ്പിളായിട്ട് പറയാൻ പറ്റില്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? 3 എലമെൻറ്റ്സ്. ആ 3 എലമെൻറ്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് 5 ടൈപ്പ് സിമ്പിൾ അപ്പുറത്തും ഇപ്പുറത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 കോമ്പിനേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞ് ഗ്രേറ്റർ ദാൻ പറഞ്ഞ്, ലെസ് ദാൻ പറഞ്ഞ്, ഈക്വൽ ടു പറഞ്ഞ് ഫസ്റ്റ് സൈനാണ്. പിന്നെന്താണ്? ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതിൽ ഓരോ ടൈപ്പിലും
എന്താണ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ലെസ് ഓർ ഈക്വൽ ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനീക്വാളിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്നുള്ള രീതി പറഞ്ഞതാണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇനീക്വാളിറ്റിയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ഇനീക്വാളിറ്റിയുടെ ബാക്കി വീഡിയോയിലേക്ക് കടക്കുക. താങ്ക് യു.